ഗുഡ് മോർണിംഗ് എല്ലാരും ഗുഡ് മോർണിംഗ്. ഇങ്ങനെ വിരല് ചൂടിയുണ്ട്. എന്തിനാ വിരല് ചൂടിനമ്മ? അത് 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 അമ്മയല്ല അമ്മ പറയാം, ആരോടും സംസാരിക്കുമ്പോൾ വിരല് ചൂടി സംസാരിക്കരുതെന്ന്. ഞാനിങ്ങനെ സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ വിരലിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അമ്മ പറയില്ല, വയസ്സിന് മൂത്ത ആൾക്കാരോട് സംസാരിക്കുമ്പോൾ വിരലിങ്ങനെ ആക്കരുത്. അപ്പൊ എന്നോട് അമ്മ പറഞ്ഞിട്ടില്ലേ, ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിരലിങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ അമ്മ പറയാം, അങ്ങനെ ചെയ്യുമ്പോൾ അകലേന്ന് കാണുന്ന ആൾക്കാർക്ക് എന്തോ ആളിനെ ചീത്ത പറയാണെന്ന് തോന്നും. അതുപോലെ വയസ്സിന് മൂത്ത ആൾക്കാരനെ വിരല് ചൂണ്ടാൻ പാടില്ല. ഞാൻ ആര് കൊട്ടുകാരനാ അങ്ങനെയൊക്കെ ആക്കാൻ? അത് ഇത്തിരി ഓവറായിട്ടമ്മ അങ്ങനെ ആക്കാറില്ല കേട്ടാ. ഭയങ്കര റെസിപ്പിയാണ്, പറയൂ. നിങ്ങൾ രാവിലെ ഗുഡ് മോർണിംഗിൽ കണ്ടില്ലേ, അതേ റെസിപ്പിയാണ് കേട്ടോ. രാവിലെ ഞാൻ കാണിച്ചില്ലേ പീച്ചിങ്, അതുപോലെ ഞാൻ നല്ലതല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതല്ല, ഞാനിപ്പോ കുറെ ആയിട്ട് കാണാത്തൊരു സംഭവമാണ് ഇത്. നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയായിരുന്നു. അപ്പൊ അതിന്റെ മുകളിലെ തൊലി കളഞ്ഞ് നമ്മള് ഫുള്ള് തൊലിയല്ല, കുറച്ച് കായയുടെ ഒക്കെ തൊലി കളയുമ്പോ കുറച്ച്, എന്നിട്ട് ഇതിങ്ങനെ. പിന്നെ ഇതിന്റെ ഉള്ളിലെ സാധനം ഒന്നും കളയണ്ട കേട്ടോ, ചിലർ ഈ ഉള്ളിൽ കളയും, അപ്പൊ അത് കളയണ്ട. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് വറവിടാനാണ്. ചെറിയ ഉള്ളി, പച്ചമുളക്, നാളികേരം, കടുക്. എന്താ ഭയങ്കര സ്പീഡാണല്ലോ, നമുക്കതൊന്നും കാണുമൊന്നും വേണ്ടേ? ഈ സർക്കസിൽ ഒരു സാധനം തിരിയില്ലേ, അതുപോലെ ഉഴുന്നുപരിപ്പ്, ചെറിയ ഉള്ളി, പച്ചമുളക്, നാളികേരം. ഞാൻ കാണാനുള്ള സമയമൊക്കെ തരണം കേട്ടോ. ഉപ്പ്, എണ്ണ. ഇതെന്തോ ഒരു എന്താ പറയില്ലേ, അതുപോലെ ഇങ്ങനെ സ്പീഡായിട്ട് കാണിച്ചത് ഞങ്ങൾക്കത് കാണണ്ടേ? കുറ്റം പറയാൻ വേണ്ടി നിൽക്കുകയാണല്ലേ. അപ്പൊ എണ്ണ ഒഴിച്ചെടുക്കാം. ഒരുപാട് എണ്ണ ഇതിന് ആവശ്യമില്ല, കുറച്ചെണ്ണ. ഇതിനൊന്നും ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ അതിനൊക്കെ ആവശ്യം വരുന്നത് വല്ല വറക്കണതും പൊരിക്കണതൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെയൊക്കെ ആവശ്യം വരുള്ളൂ. പിന്നെ മഞ്ഞപ്പൊടി വേണം, അത് ഞാൻ മറന്നു. അതിപ്പോ ഓക്കെ. അതെ, ഈ പീച്ചിങ്ങൊക്കെ വെക്കുമ്പോ ഒരുപാട് എണ്ണ മെഴുക്ക് ഇങ്ങനെ ആവുമ്പോൾ അതിനെന്തിനാ അമ്മ കണ്ണടിക്കുന്നത്? അറിയാണ്ടടിച്ചാണല്ലേ അമ്മ? എല്ലാ സ്വഭാവം പിടിച്ചിട്ടുണ്ടല്ലോ അമ്മ. അമ്മ വില്ലത്തിയാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ പറഞ്ഞല്ലോ. അതെന്തിനാ അവർ സംസാരിക്കുമ്പോ കണ്ണൊക്കെ അങ്ങനെ അങ്ങ് ചെറുതും വലുതൊക്കെ ആക്കണതമ്മ? എത്രയായാലും ബാലങ്ങന്റെ ഭാര്യയല്ലേ, ചെറുതൊക്കെ കിട്ടും. പിന്നെ കടുക് പൊട്ടിച്ചൊടിച്ചു, എന്റെ കണ്ണിലേക്കായി വേണം പറഞ്ഞിട്ടിട്ടു എന്നൊന്നും പറയരുത്. അപ്പൊ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് രണ്ടും ഇട്ടോളൂ. അല്ലാണ്ട് അവിടെ അടുത്തിങ്ങനെ വന്ന് നിന്നിട്ടല്ല. എന്നിട്ട് പറയും, അമ്മ എന്താമ്മ വേണച്ചിട്ട് ചെയ്തതാണ് അമ്മ, ഇങ്ങനെ അമ്മ ചെയ്യാ, ദേഷ്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുമല്ലോ. അമ്മ പറഞ്ഞല്ലോ, ആരോ മെസ്സേജ് ആ മണി പറഞ്ഞ അവന്റെ കണ്ണിൽ തെറിച്ച് വീഴണായിരുന്നു. അല്ല മോളെ, അതാരോ വീട്ടിലുണ്ടായിരുന്നു. എന്താ ഒരു മണി അവന്റെ ഒരു ഇത് അവന്റെ കണ്ണിൽ വീഴേണ്ടതായിരുന്നു. ആരമ്മ അങ്ങനെ പറഞ്ഞ? ആ മഹാഭാവം ആരാ പറഞ്ഞത്? ഈ പാവം കുട്ടീനോട് അങ്ങനെയൊക്കെ പറയാൻ പാടുമോ? എന്നാലും അമ്മ ഈ ഇടുന്നത് ഇത്തിരി ഫോർത്താണ് കേട്ടോ അമ്മ. അതൊരു മെല്ലെ ഒരു മയത്തിലൊക്കെ ഇട്ടാ. അല്ല, ഈ ചില സംഭവങ്ങളൊക്കെ അമ്മ ഇടുമ്പോ അതിലേക്ക് ഇങ്ങനെ എറിയും പോലെയാണ്. അത് മെല്ലെ ഒന്ന് ഇടുമ്പോ ഇത് പെട്ടെന്ന് വേവും. ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവുന്ന സാധനമാണ്. അതുകൊണ്ട് ഇതിന് നമുക്ക് ഇതൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അമ്മ. പീച്ചിങ്ങിന് വെള്ളമൊക്കെ ഉണ്ടാവൂല്ലേ? അതല്ല, മറ്റുള്ള സാധനങ്ങൾ വേവിക്കുമ്പോൾ വെള്ളമൊക്കെ ഒഴിക്കണ്ടേ? ചിലതിന് ഇങ്ങനെ വെള്ളം ഒഴിക്കണ്ട. ഞാൻ കണ്ട മിക്കവാറും സാധനങ്ങൾക്ക് അമ്മ വെള്ളം ഒഴിക്കാറില്ലല്ലോ. അല്ലല്ല, ചിലതിനൊക്കെ ഒഴിക്കേണ്ടി വരും. അത് ആദ്യം വേവിച്ച് കുറച്ച് മഞ്ഞപ്പൊടി. അല്ല, ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ? ഈ പീച്ചിങ് എന്തിൻ്റെ ഒപ്പം കഴിക്കാനാണ് നല്ലത്? ആണോ? പിന്നെ അത് വേറെ ടൈപ്പിൽ കഴിക്കും, മസാല കഴിക്കും. അത് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കോ പൂരിക്കൊക്കെ കഴിക്കാം. ഇതിപ്പോൾ ചോറിനാണ്. ഇത് ചോറിനല്ലേ? അതെ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് കുറച്ച് മതി, ഇത് ചുരുങ്ങി. അതുപോലെ വേണമെങ്കിൽ നോക്കിത്തരാം. അങ്ങനെയാണല്ലേ? ഇപ്പോൾ വീഡിയോ പിടിക്കാൻ നിൽക്കുമ്പോൾ എനിക്കുള്ള സന്തോഷം എന്താ അറിയുക? അമ്മ ഓരോ ദിവസവും ഓരോ കഥ പറയും. ഞാനിപ്പോൾ വായിച്ചരക്കേണ്ട ആവശ്യമില്ല. അമ്മ ഓരോ ദിവസം ഓരോ കഥ പറഞ്ഞോളൂ.
കറിവേപ്പില ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പം എന്താ പറഞ്ഞാൽ ഈ കറിവേപ്പില നമുക്ക് പക്ഷെ എന്തും ആദ്യം കാണുമ്പോൾ എങ്ങനെയാണ് ആവുമെന്ന് വിചാരിക്കും. പക്ഷെ അത് വെന്തൊക്കെ ഇങ്ങനെ റെഡിയായി വരുമ്പോൾ അതിന്റെ കോമ്പിനേഷനും കാര്യങ്ങളും തുടങ്ങിയല്ലോ ഒരുവിധ സാധനങ്ങളൊക്കെ കൂട്ടാൻ ഇതാ ഈ പച്ചമുളക് എണ്ണയിൽ മൂപ്പിക്കാൻ ഇടുമ്പോഴാണ് ഇതിനൊരു ഫ്ലേവർ കിട്ടുക. ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടോ. എല്ലാത്തിനും അല്ല, ചിലതിന് ചില രീതിയല്ലേ. ഇപ്പൊ നോക്ക് അതിന് അതൊക്കെ ഇട്ടങ്ങടെ അതിനൊന്ന് ഭംഗിയാക്കിയപ്പോ കാണാൻ നല്ല ഭംഗിയായി. അപ്പൊ ഒന്ന് കഴിക്കാൻ തോന്നും. നമുക്ക് അടച്ചു വെക്കാം. ശരിക്കും അമ്മ ഏതൊരു ഫുഡും അത് കാഴ്ചയിലൊരു ഭംഗി വേണം അല്ലേ. അതെന്തായാലും എന്നാ മാത്രല്ല നമുക്കത് രുചിയായിട്ട് കഴിക്കാൻ തോന്നുള്ളൂ. അതിനാണ് പാത്രത്തിൽ വിളമ്പുമ്പോൾ ഒരു പ്രസന്റേഷൻ അല്ലേ. പാത്രത്തിൽ വിളമ്പി കഴിഞ്ഞാൽ പ്രസന്റേഷൻ നന്നാവണം എന്ന് പറയാ അല്ലേ. അപ്പൊ ആൾക്കാർക്ക് കഴിക്കാൻ തോന്നും. ചേരന്റെ ചേരുവകളൊക്കെ ചേർത്ത് കഴിയുമ്പോ അപ്പോഴും അത് കറക്റ്റ് ആവുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നമ്മള് വെറുതെ പിച്ചിങ് അങ്ങനെ ഉപ്പിട്ടിട്ട് വെച്ചാൽ നന്നാവോ? എന്ത് ചേർവ കുറഞ്ഞത് കൊണ്ടായിരിക്കാം ഞാൻ എങ്ങനെ ആയത്, അമ്മ അത്ര കറക്റ്റ് ആയത്. എന്ത് അല്ല ഞാൻ എന്ത് ചേർവ എന്തോ ഒരു ചേർവ എനിക്ക് കുറഞ്ഞിട്ടുണ്ടോ? ആണോ? നോക്കണമ്മ എന്തായാലും ഒരു ചേർവ കുറഞ്ഞിട്ടുണ്ടോന്നൊരു സംശയം. ഇന്നാളെ ഞാൻ അമ്മയും കൂടി പോണ്ടായിരുന്നില്ലേ. ഇന്നാളെ ഒരു ദിവസം നമ്മൾ പുറത്തു പോയില്ലേ, മിനിഞ്ഞാന്ന് ഒരു ദിവസം മുമ്പ് പുറത്തു പോയില്ലേ. അപ്പൊ ഞാൻ എന്നും പോയി നിൽക്കുന്ന ഒരു കടയില്ലേ, ഒരു ചായക്കട, പെട്ടിക്കടയൊക്കെ ആയിരുന്നു തൊട്ടടുത്തൊരു ചായക്കട കണ്ടിട്ടുണ്ടോ? ഒരു വയസ്സായ ഒരു യൂണിയൻകാരൻ ചായക്കട നടത്തുന്നത്. ആള് ചോദിക്കുകയാണ് മുതലാളിയാണോ എന്ന് അമ്മേനെ. സത്യമായിട്ടും ഇതാണ് നിങ്ങളുടെ മുതലാളി എന്ന്. എവിടേക്കാ മുതലാളി അമ്മേനെ കൊണ്ട് പോകണ്ടായിരുന്നത്? എന്തൊരു ഗതികേടാ നോക്ക്. ഞാൻ പറഞ്ഞു അമ്മ എന്ന് പറയാൻ പോയില്ലേ, ഞാൻ പറഞ്ഞു മുതലാളി അമ്മ തന്നെയാണ് പറഞ്ഞു. അപ്പൊ എനിക്കൊരു തോന്നല് എന്തോ ഒരു ചേരുവയുടെ കുറവുണ്ട്. എന്തായിരിക്കും? അമ്മ പണ്ട് പറഞ്ഞ പോലെ എന്നെ ചന്തയിൽ നിന്ന് മേടിച്ച തന്നെ ആണോ അമ്മ? എന്തിനാ അമ്മ മേടിക്കാൻ പോയത്? അപ്പൊ അമ്മയ്ക്ക് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവൻ ചോട്ടുണ്ടാവുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ തൽക്കാലം ഞാൻ ഉണ്ടായിക്കോട്ടെ വന്നിട്ട് മേടിച്ചു അല്ലേ. എന്നാ അതേ ചന്തയിൽ കൊണ്ട് വിടാം. അതേ എന്തിനാ കിട്ടിയെന്നെ? കൊട്ടയിലോ ഇപ്പൊ ഒരു കാര്യം ചെയ്യും. അച്ചാച്ചനും ഉണ്ടായിരുന്നോ? അച്ചാച്ചന് ഈ 10 മക്കളൊന്നും ഉണ്ടായിട്ട് പോകാനായിട്ടാണ് എന്നെ മേടിച്ചത്. ഓറഞ്ച് കൊട്ട. അതാണ് അമ്മയ്ക്ക് ഓറഞ്ച് എത്ര ഇഷ്ടം. അയ്യോ അവിടെ കുട്ടികളുടെ കുറവുണ്ടായിട്ടല്ലേ. നല്ല കുട്ടി എന്ന് പറഞ്ഞോ? ഇന്നത് ഞാനായിരിക്കില്ലേ അമ്മ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാവാൻ വഴിയില്ല. പിന്നെ ഞാൻ വളർത്താച്ച എന്റെ കുട്ടിയായിട്ട് പറഞ്ഞപ്പോ അച്ചാച്ചൻ അത് എനിക്ക് തോന്നി. അങ്ങനെയാണ് നിന്റെ വളർച്ച. അപ്പൊ അച്ചാച്ചനാണ് എന്നെ ദത്തെടുത്തത്. അച്ചാച്ചനെ കളഞ്ഞു കിട്ടി, അത് അമ്മയ്ക്ക് എടുത്തു തന്നു, എന്നിട്ട് വളർത്തി. അപ്പൊ ഞാനിപ്പോ മൊത്തത്തിൽ വളർത്തുപോകാനാണ് അല്ലേ അമ്മടെ. അപ്പൊ അച്ഛൻ എൻ്റെ അച്ഛനല്ല, അനിയൻ എൻ്റെ അനിയനല്ല. അപ്പൊ അമ്മ എന്നെ ഇവിടെ നിന്ന് എടുത്തതാണ്. എന്താ മാതിരി സമാധാനമൊക്കെ ആയി. ഒരു മാതിരി സമാധാനം പറയില്ല, അങ്ങനത്തെ ഒരു സമാധാനം. എവിടെ നമ്മുടെ കഥ? ആ അല്ലെങ്കിൽ ഈ ഓറഞ്ച് കുട്ടീനെ കിട്ടിയ കുട്ടീനെ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് വളർത്തിയെന്ന് പറഞ്ഞാൽ മതി. കഥ നമുക്ക് ഒഴിവാക്കാന്നാണ്. ആണോ? എന്നിട്ടാണ് അമ്മയുടെ ചായ ഇല്ല എന്ന് പറയണത്. ഉണ്ടോ? എന്നിട്ടാണ് ആ ചായക്കടക്കാരൻ ചോദിച്ചത് മുതലാളി അമ്മേന്റെ ഒപ്പം പോണ്ടായിരുന്നല്ലോ. പക്ഷേ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഉള്ളിലിത്തിരി സന്തോഷം ഉണ്ടെങ്കിലും നീ അങ്ങനെയൊന്നും പറയരുത്. അപ്പൊ എന്താ പറയും അമ്മ? നമുക്ക് എങ്ങനെയാ ഉണ്ടാവുക? ഒരു മനുഷ്യനെ, ഏത് മനുഷ്യനാണെങ്കിലും എനിക്കും നിനക്കും മറ്റൊരാൾക്കും ഈ ലോകത്തില് ഏതെങ്കിലും ഒരു രീതിയിൽ സ്വാർത്ഥത ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. മനസ്സിലായോ? അങ്ങനെ സ്വാർത്ഥത ഇല്ലാത്ത മനുഷ്യൻ ഇല്ല എന്നുള്ളതിന് ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അത് എന്റെ കഥയാണോ? നിന്റെ കഥ. സ്വാർത്ഥത ഇല്ലാത്ത ഞാനുണ്ടല്ലോ അവിടെ. ഓ പിന്നെ എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ്. അവരവരുടെ കാര്യം വരുമ്പോ എല്ലാവർക്കും സ്വാർത്ഥതയുണ്ട്. അതില്ലാത്ത നമ്മുടെ അത്ര ഇല്ലെങ്കിലും സ്വാർത്ഥത ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കഥയാണെന്ന് ഞാൻ പറയാൻ പോകും. എന്താ അറിയോ, ഒരു നാട്ടില് ഒരു വലിയൊരു പണക്കാരൻ ഒരുപാട് എല്ലാ എന്താ പറയാ
എല്ലാം ഉണ്ട് ആൾക്ക്. അങ്ങനെ ഒരു പൈസക്കാരെന്ന് പറഞ്ഞാൽ പണക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഇന്നത്തെ പോലെ ഇതൊന്നുമില്ല, എന്ത് കാറ്, ബസ്, മോട്ടോർ ബൈക്ക് അങ്ങനെയുള്ളതൊന്നുമില്ല. അന്നൊക്കെ ഈ രഥം, അതായത് ഈ കാളവണ്ടി, കുതിര, പല്ലക്ക്, അത് 4 പേര് ഇങ്ങനെ പൈസക്കാരൊക്കെ ആ പല്ലക്കിൽ എത്തിയിട്ടാണ്. ഇന്നും പൈസക്കാരൊക്കെ പല്ലക്കിലേറ്റും. പക്ഷെ ആ പല്ലക്ക് ഇങ്ങനെ കാഴ്ചയിൽ കാണില്ല, ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ഒരു പല്ലക്കാണെന്ന് മാത്രം. ഇത് ഒറിജിനൽ പല്ലക്ക് പല്ലക്കിൽ ഏറ്റിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാ. അപ്പൊ കാട് വഴിയൊക്കെ ആണല്ലോ അന്ന്. ഇന്നത്തെ പോലെ കുറെ കടകളും ടൗണും ഒന്നുമില്ല. കുറെ പരിവാരങ്ങളും ഉണ്ടാവും, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ പല്ലക്കിലേറ്റിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാട്. അപ്പൊ കുറെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ പല്ലക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ആള് കാഴ്ചയൊക്കെ ആസ്വദിച്ച് പോവാണ് ഈ പൈസക്കാരൻ, പണക്കാരനായ ഒരാള്. അപ്പോ പോണ സമയത്തുണ്ട് ഒരാള് ഒരു കയറിട്ടിട്ട് ഇങ്ങനെ തൂങ്ങി മരിക്കാനുള്ള ഒരു പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അത് അകലെ തന്നെ കണ്ടപ്പോ കുറച്ച് അടുത്തെത്തിയപ്പോ പല്ലക്ക് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയിട്ട് ആ യുവാവിനെ വിളിച്ചു. അവൻ എന്താ അവിടെ ചെയ്യുന്നു പറഞ്ഞിട്ട് വിളിച്ചെടുത്ത് എന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനേ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, എനിക്ക് ഈ ലോകത്തിനോട് മടുപ്പാണ്, ഒരു മനുഷ്യനോ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, എവിടെ നോക്കിയാലും സ്വാർത്ഥതയാണ്, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കും, അത് കഴിഞ്ഞാൽ നമ്മളെ വേണ്ടാന്ന് വെക്കും, അതുപോലെ നമ്മൾ ആരെ സ്നേഹിച്ചാലും അവർ ഒരു സമയം വരുമ്പോൾ നമ്മളെ വെറുക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടു. എന്തിനാ ഈ ലോകം വേണ്ട എനിക്ക്, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്ത് മരിക്കാൻ തീരുമാനിച്ചു, ഈ ലോകം വിട്ട് പോകണം എനിക്ക്. അപ്പൊ പിന്നെ എനിക്ക് സ്വയം മരിക്കണ്ടേ, അതിനു വേണ്ടി തയ്യാറെടുത്ത് ഞാൻ നിൽക്കുകയാണ് പറഞ്ഞു. അപ്പൊ ആണോ, അന്ന് ഒരു കാര്യം, ഏതായാലും നീ മരിക്കാൻ പോവാണല്ലോ, അപ്പൊ നീ എൻ്റെ കൂടെ വാ, കുറച്ചു ദിവസം എൻ്റെ കൂടെ താമസിച്ചിട്ട് പിന്നെ നീ മരിക്കാനുള്ള തീരുമാനത്തിലെത്തിക്കോ, നീ എൻ്റെ കൂടെ വാ, അപ്പൊ നമുക്ക് ജീവിതം എന്താണെന്നുള്ളത് മനസ്സിലാവും, അതിന് ശേഷം നീ മരിക്കുകയെ ജീവിക്കുക എന്താ വേണ്ടെന്ന് നീ തീരുമാനിക്കുന്നു പറഞ്ഞു. അപ്പോ ഇയാള് പോയി, ഈ യുവാവ് അവരുടെ കൂടെ പോയി, അവിടെ കൂട്ടിക്കൊണ്ടുപോയി ആളിനെ അവിടെ ഓരോരോ ജോലികളൊക്കെ ഏൽപ്പിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ ആൾക്കത് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിലൊക്കെ എല്ലാത്തിലും ഇയാൾ ആത്മാർത്ഥതയായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഈ യുവാവ്. അപ്പോ ഇയാൾക്ക് ഇഷ്ടമായി, ഈ യുവാവിനെ ഇഷ്ടമായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു പ്രാവശ്യം ഇവര് ഇങ്ങനെ ഇതേപോലെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ കുറെ കള്ളന്മാര് ആക്രമിക്കാൻ വന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരില്ലേ, ഈ പല്ലക്ക് കയറ്റിക്കൊണ്ട് നടക്കുന്നവരും അതിന്റെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ പോകുമല്ലോ, ഈ അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. അവരെന്ത് ചെയ്തു, എല്ലാവരും അവിടെ ഓടി പേടിച്ചിട്ട് അവരെ കണ്ടിട്ട്. പക്ഷെ ഈ യുവാവ് അവിടെ തന്നെ നിന്നു, അവിടെ നിന്നിട്ട് എതിർത്ത് മുതലാളിയെ രക്ഷിച്ചു. അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു, കൂടുതൽ ഇഷ്ടമായി. അങ്ങനെ പറഞ്ഞു, ഇവൻ എൻ്റെ ജീവിതം എങ്ങനെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് കൂടുതൽ ഇഷ്ടമായിട്ടല്ല, ഇവ എല്ലാ കാര്യങ്ങളും വളരെ ആത്മഹത്യകൾ ചെയ്യാമെന്നൊക്കെ കണ്ടപ്പോ ഇനി എൻ്റെ ഈ അങ്ങോട്ട് ഒരു ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്ന ആളാണ്, സ്വത്ത് മുതലൊക്കെ ഉണ്ടെങ്കിലും കൂടി അവർക്ക് വേറെ സന്താനങ്ങളോ അതൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു, എൻ്റെ കാലശേഷം ഈ എല്ലാം നോക്കി എന്നെ പോലെ നോക്കി നടത്താനും എല്ലാത്തിനും അധിപതിയായിട്ട് ഇവരെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. എൻ്റെ മരണശേഷം എൻ്റെ കാലശേഷം എല്ലാം ഞാൻ എന്താണോ ആ സ്ഥാനം ഇവര് കിട്ടണം എന്ന് എല്ലാവരോടും പറഞ്ഞു. ആ ബന്ധുക്കളും നാട്ടുകാരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ, എല്ലാവരും വിളിച്ച് ഈ കാര്യം പറഞ്ഞു. അപ്പോ അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആൾക്ക് വയ്യായ വന്നു, ഒരു അനാരോഗ്യം, കിടക്കുന്ന സമയത്ത് കുറച്ച് വർഷം ഇങ്ങനെ കിടന്നു, 3-4 വർഷം ഇങ്ങനെ കിടന്നപ്പോ ഇവന്റെ മനസ്സിൽ എന്ത് തോന്നിയല്ലോ, യുവാവിന്റെ മനസ്സിൽ ഇതെല്ലാം ഇയാളുടെ കാലശേഷം എനിക്കാണെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇയാൾ എപ്പോ മരിക്കും പറഞ്ഞിട്ടാണ് ഞാനിത് എപ്പോ എനിക്കിത് കിട്ടുമ്പോഴാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യേ, ഇയാളെ ഞങ്ങൾ കൊന്നാലോ. ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞ ലോകം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയ യുവാവാണ് ഈ പറയുന്നത്. കാലത്തിന് ശേഷം ഇതെല്ലാം എനിക്ക് കിട്ടും, ഞാനാണ് ഇതിന്റെ ഉടമന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോ എനിക്ക് ഇയാള് എപ്പോ മരിക്കാവോ, ഇയാളുടെ ഇങ്ങോട്ട് കൊന്നാലോ. അപ്പൊ എങ്ങനെ സ്വാഭാവിക മരണം എന്ന് തോന്നുന്നു. അപ്പൊ ഇയാള് ഈ വിശ്വസ്തനായ ആളാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഇയാളുടെ കൂടെ ഒരു അറയിലേക്ക് പോയിട്ട് ഒരു റൂമുണ്ട്, അവിടെ ഒരു കുപ്പിയില്
തേന് പോലെ ഒരു സാധനം ഇരിക്കും, ഒരു ഭരണി പോലെ. അപ്പൊ അതിന് കണ്ടപ്പോൾ തേനാണോ എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോൾ അത് തേനല്ല, അത് മാരകമായൊരു വിഷമായി മാറാനുള്ളൊരു മരുന്നാണ്. അതായത് അത് അളവിൽ രീതിയിൽ ഇതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കൂട്ടി കഴിച്ചാൽ അതൊരു രോഗത്തിന് മരുന്നാണ്. പക്ഷെ അല്ലാണ്ട് അത് നമ്മുടെ 2-3 തുള്ളി നമ്മുടെ ശരീരത്തിന് പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് മരിച്ച പോലെ മരിച്ചു പോകും. അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവൻ ഓർമ്മ വന്നു. ഇവൻ വേഗം പോയിട്ട് അതെടുത്തിട്ട് ഈ രാജാവിന് ആരും അറിയാണ്ട് കൊടുത്തു. രാജാവല്ല, ഈ രാജാവിന്റെ കഥ പറഞ്ഞിട്ട് അപ്പൊ കൊടുത്തു. ആള് മരിച്ചപ്പോ എല്ലാം കൊടുത്തിട്ട് അറിയിപ്പൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ഇയാളുടെ അവിടെ ജോലി ചെയ്തിരുന്ന പണ്ടത്തെ ഒരു വിശ്വസ്തനായ ഒരാളുണ്ട്. ആളിവിടെ ഇല്ല, ഇയാളെ വിട്ട് വേറെ എവിടെ പോയിരിക്കുകയാണ്. അയാളുടെ മരണ വാർത്ത അറിഞ്ഞിട്ടുള്ളൂ എന്റെ മുതലാളി മരിച്ചല്ലോ എന്ന് പറഞ്ഞ സങ്കടത്തിന് ഓടി വന്നു. അയാൾ നോക്കിയപ്പോ ഈ മുതലാളിയുടെ മുഖം കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. ഇത് സ്വാഭാവിക മരണം അല്ലല്ലോ എന്നുള്ള സംശയം തോന്നിട്ട് ഇയാൾക്കും അറിയാം ഈ മരുന്നിനെ കുറിച്ച്. അപ്പൊ ആള് പോയിട്ട് അവിടെ നോക്കിയപ്പോ ആ മരുന്നിന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതാണ്. അപ്പൊ ഇയാൾക്കറിയാം അതിന്റെ മരുമരുന്ന്, അതിന്റെ മരുമരുന്ന് ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്, അത് കൊടുത്താൽ ഈ രക്ഷപ്പെടുന്നുള്ള കാര്യം ഈ ആൾക്കറിയാം. അപ്പൊ ആള് വേഗം പോയിട്ട് ഇത് ആരോ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞ് മുതലാളിക്ക് ആ മരുമരുന്ന് എടുത്തു കൊടുത്തു. മുതലാളി ജീവനോടെ തിരിച്ചു വന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും ആരോഗ്യവാനായി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. അപ്പോ എല്ലാവരും ഇവിടെ ഇല്ലാണ്ട് ഇങ്ങനെ വന്നല്ലോ തിരിച്ച് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഈ യുവാവ്. സങ്കടപ്പെട്ടു. മരിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജീവൻ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരും പുറത്തു വിട്ടിട്ട് ഇയാൾ പറഞ്ഞു ഈ യുവാവ് മാത്രം ഇവിടെ നിൽക്കട്ടെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നിങ്ങളൊക്കെ പുറത്തു പോകുന്നു പറഞ്ഞിട്ട് പുറത്തു വിട്ടിട്ട് ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു നീ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ ലോകാണെന്ന് പറഞ്ഞിട്ട് മരിക്കാൻ പോയവനല്ലേ, ഇപ്പൊ നിന്നിൽ ഈ സ്വാർത്ഥത എങ്ങനെ വന്നു? അപ്പോ ഒരു സന്ദർഭം വരുമ്പോ എല്ലാ സമയവും സന്ദർഭം ആവശ്യം വ്യാമോഹം നമ്മുടെ ആവശ്യം നമ്മുടെ ആശ ആകാംക്ഷ ഇതൊക്കെ കൂടി നിറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അറിയാണ്ട് നമ്മൾ സ്വാർത്ഥിയായി പോകും. സ്വാർത്ഥത ഉള്ള ലോകാണെന്ന് പറഞ്ഞ് വെറുത്ത് യാത്രയാവാൻ നിന്നവനാണ് ഈ ലോകത്ത്. നിനക്ക് ഈ സ്വാർത്ഥത വന്നില്ല, എന്നെ കൊല്ലണമെന്ന്, എൻ്റെ സമ്പത്ത് മുഴുവൻ നിനക്ക് കിട്ടും. അപ്പം ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സന്ദർഭം കിട്ടിയില്ല, അപ്പോൾ നീ നല്ലവനായിരുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിനക്ക് ആഗ്രഹങ്ങൾ കൂടി, നീ സ്വാർത്ഥനായി. ഇതൊക്കെ തന്നെയാണ് ലോകം. ജീവിതത്തിൽ സ്വാർത്ഥത ഇല്ലാത്ത മനുഷ്യരേ ഉണ്ടാവില്ല. അങ്ങനെ സ്വാർത്ഥത ഇല്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവർ വല്ല എന്താ പറയുക ദൈവത്തിന് തുല്യമായ ആൾക്കാരായിരിക്കും അല്ലേ. ജീവിതത്തിലെ എന്താ പറയുക നമ്മുടെ ലൗകിക ജീവിതത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും വേണ്ടാന്ന് വെച്ച് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ അവന്റെ ഉള്ളിൽ ഒരു സ്വാർത്ഥത ഉണ്ടാവും. എനിക്ക് അത് നേടണം, ഇത് നേടണം, അസൂയ ഉണ്ടാവും, സ്വാർത്ഥത ഉണ്ടാവും, ആക്രാന്തം ഉണ്ടാവും. എല്ലാം ഉണ്ടായ ഒരുമിച്ച് കൂടിയ ഒരു മാംസപിണ്ഡത്തിന്റെ പേരാണ് മനുഷ്യൻ എന്നുള്ളത്. ആത്മാവ് മാത്രമാണ് പരിശുദ്ധി. ആ ആത്മാവ് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ, അങ്ങനെ ചില മനുഷ്യന്മാർ സ്വാർത്ഥതയില്ലാതെ ജീവിക്കാൻ പഠിച്ചാൽ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ മഹാത്മാവെന്ന് വിളിക്കും അല്ലേ. മഹത്തായ വ്യക്തികൾ മഹാത്മാവായി മാറും. അങ്ങനത്തെവരെ മാത്രമാണ് ലോകത്ത് മഹാത്മാവാണെന്ന് ഇന്ന് വരെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും അത് ഓർത്തറിയാം, നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം മേടിച്ചേർന്ന മഹാത്മാഗാന്ധി ആക്കിയത് തന്നെ ആടിൻ്റെ ലാളിത്യമാണ്. ഒന്നും വേണ്ട, ഒരു പദവിയും വേണ്ട അല്ലേ. ആളുടെ വസ്ത്രധാരണ മുതൽ ആളുടെ ജീവിതശൈലി വരെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം വ്യാമോഹങ്ങൾ കടുമയായിരുന്നില്ല. അതുകൊണ്ടല്ലേ മൂപ്പർ നമ്മുടെ മഹാത്മാവെന്ന് വിളിച്ചത്. അപ്പോൾ സാധാരണ മനുഷ്യന്മാരെല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ സ്വാർത്ഥന്മാരായിരിക്കും. എന്തിനേകിനോട് ഒന്നിനോട് അമിതമായ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും. ഇതെല്ലാം തെളിച്ച വ്യക്തികളെ നമ്മൾ ആചാര്യന്മാരെന്ന് വിളിക്കാം, ദൈവത്തുല്യമെന്ന് വിളിക്കാം, ദൈവപുത്രരെന്ന് വിളിക്കാം. ഇതൊക്കെ വിളിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സർവ്വതും എന്ന് വെച്ചാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മുഴുവനും അതൊന്നും അല്ലാത്തൊരു ജീവിതം ഏത് രീതിയിലും സാത്വികമായിട്ടും സാധാരണമായ രീതിയിൽ ലളിതമായി ജീവിച്ചു പോകാമെന്ന് തീരുമാനിക്കുന്ന വ്യക്തികളെ നമ്മൾ മഹാനായ വ്യക്തികളെന്ന് വിളിക്കാൻ പറ്റും. അല്ലാത്തവർക്കുള്ള ഒന്നില്ലെങ്കിൽ ഭക്ഷണത്തിനോട്, അല്ലെങ്കിൽ പുരുഷനോട്, പെണ്ണിനോട്, സ്വർണത്തിനോട്, പൈസയോട് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അവനവന് ആ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എനിക്കെന്താണ് സ്വാർത്ഥത എന്നുള്ളത് അല്ലേ. എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ അടുപ്പിച്ച അമ്മ അനിയനെ മാത്രം സ്നേഹിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു സ്വാർത്ഥത ഉണ്ടാവും. എന്താ അത് എന്നോട് ഇത്തിരി കുറഞ്ഞോ? ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ആവാൻ വരുമ്പോൾ അവനോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ദിവസങ്ങളിൽ എനിക്ക് അപ്പോഴും തോന്നും
ഇതെന്താ എന്നോട് ഇത്തിരി കുറഞ്ഞ പോലെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. അതെന്താണ്? അസൂയ മാത്രമല്ല, അതൊരു സ്വാർത്ഥതയും കൂടിയാണ് അല്ലേ? പക്ഷെ അത് അങ്ങനെയുള്ള തോന്നലുകൾ എന്ന് വെച്ചാൽ സ്നേഹം കൂടുതലും കൊണ്ടും തോന്നാം, നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്കുണ്ടാവും നമുക്കില്ലല്ലോ എന്നുള്ള പല ചിന്തകളും, അതെല്ലാം കൂടിയ ഒരു മനുഷ്യന് എല്ലാ രീതിയിലുള്ള അപ്പോൾ ഈ മനുഷ്യൻ ലോകം മുഴുവൻ സ്വാർത്ഥതയാണ്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിച്ചവരെ മുഴുവനും എൻ്റെ ഒരു നല്ല കാലം കഴിഞ്ഞപ്പോൾ വിട്ടുപോയി എന്ന് പറഞ്ഞൊരു ആത്മഹത്യ ചെയ്യാൻ പോയി ആ വ്യക്തിക്ക് മനസ്സിലായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ സമ്പത്ത് എന്നുള്ളൊരു സ്വാർത്ഥത, എനിക്കിത് കിട്ടണം, അതുകൊണ്ട് ഈ മനുഷ്യൻ മരിക്കണമെന്ന് തോന്നിയപ്പോൾ നിൻ്റെ ഉള്ളിലും ആ സ്വാർത്ഥത വന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിസ്വാർത്ഥനായിട്ട് അങ്ങനെ പോകായിരുന്നല്ലോ. പക്ഷേ കുറച്ചു കാലം ജീവിച്ചപ്പോൾ സമയം വന്നപ്പോൾ നീയും സ്വാർത്ഥനായി എന്ന് മനസ്സിലാക്കി തന്നു. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഒരു ഇതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ നിസ്വാർത്ഥനാണ്, ഈ സ്വാർത്ഥ ലോകം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞവൻ നിന്റെ മനസ്സിലും സമയം സന്ദർഭം ഒത്തു വരുമ്പോ സ്വാർത്ഥത ഉണ്ട് എന്ന് അവിടെ തെളിയിച്ചതാണ്. അപ്പൊ അങ്ങനെ വല്ലവരും നമുക്ക് കാണണമെങ്കിൽ പുരാണങ്ങളിൽ വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലരൊക്കെ ആ സ്ഥാനങ്ങൾ ആ പീഠങ്ങൾ അലങ്കരിച്ചിട്ടുണ്ടാവും. അല്ലാത്ത ഒരു വ്യക്തിക്കും നിസ്വാർത്ഥമായിട്ട് ഈ ഭൂമിയിൽ ലോകത്ത് സ്വാർത്ഥത ഒട്ടും ഇല്ലാത്ത മനുഷ്യൻ ഉണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ എന്തിനെങ്കിലും ഒന്നില് ഒരു സ്വാർത്ഥത ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ 4 ആൾക്കാരുടെ മുമ്പത്ത് എനിക്ക് ചെറിയൊരു വില കിട്ടണം, അതെനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു സ്വാർത്ഥതയെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാവും. അങ്ങനെ ഒന്നും സ്വാർത്ഥത ഇല്ലാണ്ട് ഭൂമിയിൽ അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ അയാളുടെ തെറ്റുധാരണ മാറി. സമയവും സന്ദർഭവുമാണ് ഒരു മനുഷ്യനെ സ്വാർത്ഥതയാക്കുന്നത്. ഒരു മനുഷ്യനെ കുറ്റവാളിയാക്കുന്നതും ചില സമയത്ത് സമയവും സന്ദർഭമൊക്കെ തന്നെയാണ്. അല്ലാണ്ട് വേണച്ചിട്ട് ഒരാൾ കുറ്റം ചെയ്യണമെങ്കിൽ അത് ജന്മനാൽ കുറ്റവാളി ആയതുകൊണ്ടാണ്. അല്ലാണ്ട് ചില തെറ്റുകൾ ചെയ്യും, അറിയാണ്ട് ചില തെറ്റുകൾ, അതൊക്കെ എന്താണെന്ന് പറയാം, സമയവും സന്ദർഭവും അയാളുടെ മോശമായതുകൊണ്ട് ചിലപ്പോൾ ചെയ്യും. തിരുത്തി ജീവിക്കാനൊരു സമയം ഉണ്ടാവും അവർക്ക്. അങ്ങനെയുള്ള വ്യക്തികളെ ഒന്ന് ജീവിക്കാൻ, ഇപ്പോൾ ഇയാളൊരു സമയം കൊടുത്തില്ലേ, വായോ എൻ്റെ ഒപ്പം ജീവിക്കുമെന്നൊരു കൊടുത്തില്ലേ, അതുപോലെ കൊടുക്കുമ്പോൾ അറിയാം ചിലപ്പോൾ നാളെ നമുക്കും ഒരു സാഹചര്യം വരുമ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറ്റം പറഞ്ഞില്ല, ഒരാൾ തെറ്റ് ചെയ്തു, നീ തെറ്റുകാരനായി മാറ്റി നിർത്തപ്പെടുന്ന ആ വ്യക്തിയുടെ ഒരു അനുഭവം ചിലപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വന്നുകൂടാന്നില്ല, വരും. അത് ഒരു ജീവിതം കഴിഞ്ഞവരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. അത് കാരണം ഒരു ചെറിയ തെറ്റൊന്നും ചെയ്ത കാരണം കൊണ്ട് ഒരാളെ മാറ്റി നിർത്താനും പാടില്ല. എന്തെങ്കിലും ചെറിയ അബദ്ധം നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറഞ്ഞൊരു കയറുള്ള ജീവിതം അവസാനിപ്പിക്കാനും പാടില്ല. ജീവിതം ഇനിയും മുന്നോട്ടുണ്ട്. സ്വാർത്ഥത കാരണം കൊണ്ട് നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടോ ഇല്ലെന്ന് പരീക്ഷിച്ച് നമ്മൾ തന്നെ നോക്കണം. അപ്പൊ സ്വാർത്ഥത ഇല്ലാണ്ടാവാൻ നമുക്ക് ശ്രമിക്കാം അല്ലേ? പറ്റുന്ന തോന്നില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ നമുക്ക് ഇന്ന് ശ്രമിച്ചുകൊണ്ടേ ഉണ്ടാവാം. സ്വാർത്ഥത ഇല്ലാതെ ജീവിക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആ ശ്രമത്തിലൂടെ നമുക്ക് നോക്കാം സ്വാർത്ഥത ഇല്ലാത്തൊരു ജീവിതം നമുക്ക് പറ്റുമോ അല്ലേ? ശ്രമിക്കാം എന്ന് മാത്രം അല്ലേ? അപ്പോൾ അമ്മ സ്നേഹത്തോടെ വിളിക്കുകയാണ് കേട്ടോ ഈ പീച്ചിങ്ങ തോരൻ. എനിക്കിഷ്ടമാണിത്, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവന് തീരെ ഇഷ്ടമില്ല. കാണുമ്പോൾ അവൻ പറയും നന്നായിട്ടുണ്ടമ്മ കഴിക്കാന്ന് പറയും. കഴിച്ചു നോക്കട്ടെ, നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ തോരൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു രസം വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്താ കുറച്ച് ചീരയൊക്കെ ഉണ്ട്, അതും കൂടി ഒന്ന് തോരൻ വെക്കണം. അത്രയാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വരുമോ? വരുമോ? ഈ ഞാനേ വരുന്നുണ്ടല്ലോ, വരും. നീ വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ കഴിച്ചു വെച്ചിട്ട് പോക്കാണ് ഇപ്പോ. അതും പറഞ്ഞോ? അപ്പൊ എല്ലാവർക്കും ബൈ.